ജസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു റോസ് കെയർ വീഡിയോയാണ്. റോസുകളിൽ എപ്പോഴും നിറയെ പൂക്കളുണ്ടായി നിൽക്കുവാനും മുരടിപ്പൊന്നും ഉണ്ടാകാതിരിക്കുവാനും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ. റോസ് ചെടികളുടെ ചുവട് ഭാഗം എപ്പോഴും നല്ല വൃത്തിയായിട്ടിരിക്കണം. പ്രത്യേകിച്ചും മഴക്കാലത്ത് ഇലകളൊക്കെ കൂടുതലായിട്ട് ഉണ്ടാകും. അവയുടെ അവശിഷ്ടങ്ങളും ഒക്കെ ചുവട്ടിലുണ്ടായിരിക്കും. ഉണങ്ങിയ പുല്ലും പൂക്കളും ഇലകളും അതെല്ലാം എപ്പോഴും മാറ്റി ക്ലിയറാക്കി വയ്ക്കണം. ഇടയ്ക്കിടയ്ക്ക് ചുവടൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. വെള്ളവും വളവും ഒക്കെ മണ്ണിലേക്ക് ഇറങ്ങിപ്പോവാനും ഫംഗൽ ബാധ തടയാനും ഒക്കെ ഇത് കുറച്ചൊക്കെ സഹായിക്കും. ഉണങ്ങിയ കമ്പുകളും ഇടയ്ക്കിടയ്ക്ക് മുറിച്ച് മാറ്റിക്കളയണം. ഉണങ്ങിയതും വാടിയതും നിറം മങ്ങിയിരിക്കുന്നതുമായ പൂക്കളും രണ്ടില താഴെ വെച്ച് എപ്പോഴും കട്ട് ചെയ്ത് മാറ്റിക്കളയണം. ഇങ്ങനെ പ്രൂൺ ചെയ്യുമ്പോൾ പെട്ടെന്ന് പുതിയ തളിർപ്പുകളുണ്ടാവുകയും പുതിയ മൊട്ടുകളും പൂക്കളും ഉണ്ടാവുകയും ചെയ്യും. ഇങ്ങനെ പ്രൂൺ ചെയ്യാതിരുന്നാൽ ഉണങ്ങിയ കമ്പുകളും ഉണങ്ങിയ ഇലകളും പൂക്കളുമൊക്കെ നിന്ന് ചെടി ഭംഗിയില്ലാതെ നിൽക്കുകയും വളർച്ച മുരടിക്കുകയും ചെയ്യും. 2 ആഴ്ച കൂടുമ്പോഴൊക്കെ നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യവും ഒക്കെ അടങ്ങിയ വളങ്ങൾ ഇട്ട് കൊടുക്കണം. പുതിയ തളിർപ്പുകളുണ്ടാകാനും അതിൽ നിറയെ പൂക്കളുണ്ടാകുവാനും വളങ്ങൾ ആവശ്യമാണ്. 2 ആഴ്ച കൂടുമ്പോൾ ഇടയ്ക്ക് ഫംഗിസൈഡും സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ചുവട്ടിലും ഒഴിച്ചു കൊടുക്കണം. നല്ല ഇളക്കമുള്ള പോട്ടിംഗ് മിക്സാണ് റോസുകൾക്ക് വേണ്ടത്. മണ്ണ് തറഞ്ഞു കിടന്നാലും ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാവുകയും വേരുകൾ ചീഞ്ഞു പോവുകയും ചെയ്യും. വെള്ളം കെട്ടി നിൽക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. മഴക്കാലത്ത് രാസവളങ്ങൾ കൊടുക്കുന്നതാണ് നല്ലത്. ഞാനിന്ന് കൊടുക്കുന്നത് ബയോഗ്രോവിത്ത് NPK ആണ്. ഇത് എല്ലാ ചെടികൾക്കും നല്ലതാണ്. ഇത് നല്ല റിസൾട്ടും ഉണ്ടാക്കുന്നതാണ്. ഇത് കുറച്ച് ചുവട്ടിലിട്ട ശേഷം മണ്ണൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇടയ്ക്ക് എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും കൂടെ മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. മണ്ണിൽ നിന്നുള്ള കീടങ്ങളെയൊക്കെ വേപ്പിൻ പിണ്ണാക്ക് നശിപ്പിച്ച് കളയും. എൻ്റെ റോസുകൾക്കൊന്നും ഇപ്പോൾ അങ്ങനെ മുരടിപ്പൊന്നുമില്ല. ഞാനിടയ്ക്ക് പഴയ തലേദിവസത്തെ കഞ്ഞിവെള്ളം നേർപ്പിച്ച് ഇവയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാറുണ്ട്. അതുകൊണ്ട് അങ്ങനെ മുരടിപ്പൊന്നും എൻ്റെ റോസുകൾക്കിപ്പോൾ ഇല്ല. ഇതുപോലെയൊക്കെ ചെയ്താൽ റോസുകൾ എപ്പോഴും നല്ല ഭംഗിയിൽ നിൽക്കുകയും എപ്പോഴും പൂക്കളുണ്ടായി നിൽക്കുകയും ചെയ്യും. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായി വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരും വരെ ബൈ. താങ്ക് യു.